ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായ യശ്വന്ത് വർമ്മയുടെ വസതിയോട് ചേർന്നിട്ടുള്ള സ്റ്റോർ റൂമിൽ കണ്ടെത്തിയ 500 രൂപയുടെ വൻ നോട്ട് കൂമ്പാരം അപ്രത്യക്ഷമായിരിക്കുന്നു. ചാക്കുകെട്ടുകളിലായി സൂക്ഷിച്ചിരുന്ന നോട്ടുകൾ തീപിടുത്തത്തിൽ കത്തിക്കരിയുന്നതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും സുപ്രീം കോടതി സ്വന്തം വെബ്സൈറ്റിലൂടെ തന്നെയാണ് പുറത്തുവിട്ടിരുന്നത്. അതിനു മുമ്പ് തന്നെ അത് നീക്കം ചെയ്തിട്ടിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആരാണ് നീക്കം ചെയ്തത് എന്ന് അറിയിക്കാൻ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യയ്ക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പണത്തിന്റെ സ്രോതസ്, കഴിഞ്ഞ 6 മാസം അവിടെ പ്രവർത്തിച്ച ജീവനക്കാരുടെ, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വിവരങ്ങൾ, ജഡ്ജിയുടെ 6 മാസത്തെ ഫോൺ കോൾ വിശദാംശങ്ങൾ എന്നിവയും തേടിയിട്ടുണ്ട്. മൊബൈൽ ഫോണും ഡേറ്റയും നശിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാനും കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകി. ജഡ്ജിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് ക്രിമിനൽ പ്രോസിക്യൂഷനിലേക്ക് കടക്കണമെന്ന് ആവശ്യപ്പെട്ട് മലയാളി അഭിഭാഷകനായ മാത്യൂസ് ജെ നെടുമ്പാറ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കത്തിക്കരിഞ്ഞ നോട്ടുകൾ നീക്കം ചെയ്യുന്നത് കണ്ടതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ട്. ഇക്കാര്യം രേഖാമൂലം ഡൽഹി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യയെ അറിയിച്ചിട്ടുമുണ്ട്. യശ്വന്ത് വർമ്മയ്ക്ക് മേൽ രാജിക്ക് സമ്മർദ്ദമുണ്ട് എന്നാണ് സൂചന. ഇംപീച്ച് ചെയ്യൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണിതത്രേ. ജുഡീഷ്യൽ ചുമതലയിൽ നിന്ന് സുപ്രീം കോടതി മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇദ്ദേഹത്തെ. പാർലമെന്റിൽ ഇന്ന് വിഷയം ചർച്ച ചെയ്യും. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ പ്രസ്താവന നടത്താൻ സാധ്യതയുണ്ടത്രേ. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് GS സന്ധാവാലിയ, കർണാടക ഹൈക്കോടതിയിലെ മലയാളി ജഡ്ജി അനു ശിവരാമൻ എന്നിവരടങ്ങിയ 3 അംഗ സമിതി അന്വേഷണ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. വസതിയിൽ നിന്ന് വേറിട്ടാണ് സ്റ്റോർ റൂം. താൻ അവിടെ നോട്ടുകെട്ടുകൾ സൂക്ഷിച്ചിട്ടില്ല. കത്തിയ നോട്ടുകെട്ടുകൾ തന്നെയോ വീട്ടുകാരെയോ ആരും കാണിച്ചിട്ടില്ല. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ രജിസ്ട്രാർ കം സെക്രട്ടറിക്കൊപ്പം അവിടെ സന്ദർശിച്ചപ്പോൾ നോട്ടുകൾ കത്തിക്കരിഞ്ഞത് കണ്ടിട്ടില്ല. കമ്മീഷണർ കൈമാറിയ ദൃശ്യങ്ങൾ കണ്ട് ഞെട്ടി. തന്നെ കൊടുക്കാനും അപകീർത്തിപ്പെടുത്താനുമുള്ള ഗൂഢാലോചനയാണിത്. 14-ന് തീപിടുത്തമുണ്ടാകുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നില്ല. 15-ാം തീയതി വൈകിട്ടാണ് താനും ഭാര്യയും ഭോപ്പാലിൽ നിന്നും തിരിച്ചെത്തിയത്. 15-ാം തീയതി രാവിലെ നോട്ടുകൾ നീക്കം ചെയ്തു എന്നതിനെക്കുറിച്ച് അറിയില്ല എന്നും ജഡ്ജി വിശദീകരണം നൽകി. ഡൽഹി തുഗ്ലക് ക്രിസന്റ് റോഡിലെ ജഡ്ജിയുടെ വസതിക്ക് മുന്നിൽ 500 രൂപയുടെ കത്തിക്കരിഞ്ഞ നോട്ടുകൾ പാറി പറക്കുകയാണെന്ന് കുറച്ച് ദിവസമായി നിത്യക്കാഴ്ചയാണിത്. ശുചീകരണ തൊഴിലാളികൾ പറയുന്നു. മാധ്യമപ്രവർത്തകർക്കും കിട്ടി കരിഞ്ഞ നോട്ടുകളുടെ ചില അവശിഷ്ടങ്ങൾ.